ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു കിടിലൻ ദിവസമാണ്. മനസ്സിന് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചാണ്. ലൈക്ക് രാവിലെ മുതൽ നേര് സിനിമ കണ്ടത് മുതൽ ലാലേട്ടൻ്റെ ആ ഒരു പവർ പാക്ഡ് പെർഫോമൻസ്, അനശ്വര, മൊത്തത്തിൽ ആ ഒരു പടം തന്നെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊരു സൈഡിൽ ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മുടെ സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറി, ദ ഫസ്റ്റ് മലയാളി ടു ഗെറ്റ് എ സെഞ്ചുറി ഇൻ ODI. അതും സൗത്ത് ആഫ്രിക്കയിൽ സച്ചിനും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേരെ അടിച്ചിട്ടുള്ളൊരു സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നമ്മുടെ സഞ്ജു. എഗെയിൻ ഒരു ഭയങ്കര പ്രൗഡ് മൊമെന്റ്. നാളെ രാവിലെ സലാറ്. മൊത്തത്തിൽ ഈ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഭയങ്കര റേഞ്ച് ദിവസങ്ങളാണ്. അപ്പോൾ നേരിന്റെ സക്സസ്, ഓക്കെ, നേരിന്റെ സക്സസ് ഇനിയിപ്പോൾ ആരും പറയില്ലല്ലോ. ഒരു ആഴ്ച വെയിറ്റ് ചെയ്യണം, 4 ദിവസം വെയിറ്റ് ചെയ്യണം, 2 ദിവസം വെയിറ്റ് ചെയ്യണം എന്ന് ആരും പറയില്ലല്ലോ. ഇറ്റ്സ് എ ഗ്രാൻഡ് സക്സസ്. ഓക്കെ, ഇപ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് ലാഗോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുരുപൊട്ടലാണ്. അങ്ങനെ കുരുപൊട്ടി നടക്കുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. നേരെന്ന് പറഞ്ഞ പടം ഫസ്റ്റ് ഡേ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാല് മോഹൻലാൽ ഫാൻസുകാരായിരിക്കുമല്ലോ കൂടുതൽ ഈ പടം കാണാൻ കയറിയേക്കുന്നത്. അപ്പൊ അവരിറങ്ങി വരുമ്പോൾ പറയുന്നത് ഭയങ്കര സിനിമയാണ്, അന്ന് മറിച്ചേക്കുവാ, ലാലേട്ടൻ തിരിച്ചു വന്നേക്കുവാന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നുകൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞിടേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, ഇതെന്തോ കണ്ടോന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ലില്ല 2 ദിവസം കഴിഞ്ഞാൽ കാണുന്നുള്ളത്. പിന്നെ ഓൾറെഡി നല്ലപോലെ പേടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിനിമയാണ്, ഹൈപ്പ് കൊടുത്തിട്ട് മനസ്സിലായില്ലേ, ഇതിനെപ്പറ്റി ഒന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും, നിങ്ങൾ ഭയങ്കര സംഭവമാക്കി വെച്ചേക്കുന്ന സാധനം വെറുതെ മണ്ടത്തരം പറയുന്നൊക്കെ പറഞ്ഞായിരിക്കും വെച്ചേക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര എന്തുകൊണ്ട് ഉറക്ക കുളിയാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. അത് ചിലർ അങ്ങനെ വന്ന് ഇറങ്ങി പറയുന്നുണ്ട്. അവര് ക്യാമറ വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എല്ലാം ഫസ്റ്റ് ഹാഫ് പോരാ അങ്ങനെയൊക്കെ പറഞ്ഞു, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അതും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോ ഇത് ശരിക്കും മിക്സ്ഡ് ആണ് അഭിപ്രായം. പക്ഷെ അത് 2 ദിവസം കഴിയാണ് റിയല് വരണമെന്നുണ്ട്. ചിലപ്പോൾ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തൊന്നും വരാം, അതൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇനി ഒരു കോക്കിന്റെ റിവ്യൂ ഉണ്ട് വൈകിട്ട്. കോക്കിന്റെ റിവ്യൂ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ടൂടെ പോകും. കോക്ക് വല്ല മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇത് മുഴുവനും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോഹൻലാൽ പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കത്തില്ല. അതിലും കോക്കിനോടൊക്കെ ചെന്ന് പറ, നിങ്ങളൊക്കെ നല്ല പറയണം കേട്ടോ, മോശം പറയരുത് കോക്കെ, ഞങ്ങൾ ഇത്രയും പേര് നല്ല പറഞ്ഞേക്കാം. നല്ല കരച്ചിലാണ് ചെകുത്താൻ. പിന്നെ അങ്ങനെയാണ്. ചെകുത്താന് മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ചെകുത്താന് വേറൊരു തരം ചൊറിച്ചിലാണ്. ഏത്, അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അതുകൊണ്ട് ചെഗു അത് കാറിനകത്ത് ഇരുന്ന് ചൊറിയുക, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ പോയിരുന്ന് ചൊറിയുക, അതൊക്കെ ചെഗുവിന്റെ ഇഷ്ടം. ചെഗു എവിടെ പോയിരുന്ന് ചൊറിയും. എന്താണെങ്കിലും ഈ ചൊറിച്ചിലുള്ള മരുന്ന് എന്താണെങ്കിലും നാട്ടുകാർ കൊടുത്തോളും. കാരണം നേര് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഗ്രാൻഡ് വെൽക്കം അത് വേറെ തന്നെയാണ് ചെഗു. പിന്നെ കോക്കിന്റെ കാര്യം, ഇവിടെ ഒരു ഡയലോഗ് അടിച്ചല്ലോ, കോക്ക് പറഞ്ഞാൽ ലാലേട്ടന് വീഴുന്നു. ലാലേട്ടൻ അഭിനയിക്കേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് കിട്ടി, അത് കൃത്യമായി ഡെലിവർ ചെയ്ത കോക്ക് നല്ല, ചെഗു നല്ല, ഏത് തമ്പുരാൻ പറഞ്ഞിട്ടും കാര്യമില്ല. അത് വേറെ റേഞ്ച്, അത് എൽ ബ്രാൻഡ്. ആ ബ്രാൻഡ് പൊട്ടിക്കാൻ മാത്രം ചെഗു ഇല്ല, കോക്കും ഇല്ല, സീക്രട്ട് ഏജന്റും ഇല്ല, ഒരാളും ഇവിടെ ഇല്ല. എൽ ബ്രാൻഡ് കത്തിയതാ, നിന്ന് കത്തും, വേണമെങ്കിൽ സലാറ് വരെ വീഴും. അതാണ് റേഞ്ച്, അത് വേറെ മുതലാണത്. ഓക്കെ, അപ്പോൾ സലാർ എന്താണെങ്കിൽ നാളെ റിലീസാണ്, എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു സൈഡിൽ ഞാൻ ഇപ്പം അതാ പറയാം, ഈ നേര് സിനിമയുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒറ്റയടിക്കുള്ള ഈ ഒരു സക്സസ് ഇപ്പം ചെകുത്താനെ പോലുള്ളവർക്കൊന്നും ആക്സെപ്റ്റ് ആവുന്നില്ല. ഒരു സൈഡിൽ വേറൊരു തരത്തിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശ്രീരാജ് ആർ എന്ന് പറഞ്ഞ ഒരാൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. മമ്മൂട്ടിയോടുള്ള ഫാൻസിന്റെ സ്നേഹം അയാളുടെ മതത്തോടുള്ള സ്നേഹമാണ്. ഈ സ്നേഹം ഫഹദ് ഫാസിലിനോട്, ദുൽഖർ സൽമാനോട്, ആസിഫ് അലിയോടുമുണ്ട്. മോഹൻലാലിനോട് ഹെയ്റ്റേഴ്സിനുള്ള വെറുപ്പ് അങ്ങേരുടെ മതത്തോടുള്ള വെറുപ്പാണ്. ഈ വെറുപ്പ് സുരേഷ് ഗോപിയോടും ഉണ്ണി മുകുന്ദനോടുമുണ്ട്. ദിലീപിനോടും ജയറാമിനോടും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അവർ ഇതിൽ വിജയിക്കുകയും ചെയ്തു. മതം എങ്ങനെയെങ്കിലും ഇതിനകത്ത് അടിച്ചു കയറണം. ഒരു സിനിമ റിലീസായി അതിൽ മോഹൻലാൽ അഭിനയിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ അഭിനയിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ചു എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുറെ അൽപേഷികളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ശ്രീരാജാറിന്റെ പല പോസ്റ്റുകളും നോക്കാറുണ്ട്. ഏകദേശം ഒരു സംഘമടമുള്ള സാധനങ്ങളാണ്. അതിന് മുമ്പ് ഇയാളൊരു പോസ്റ്റ് ഇട്ട്, മോഹൻലാലിന്റെ പുതിയ പടം ഹിറ്റായത് കേരളത്തിലെ കറാച്ചി ഗ്യാങ് അസ്വസ്ഥരാണല്ലോ. മമ്മൂട്ടീൻ്റെ മറ്റേ പുട്ടുറുമീസിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് മതം മാത്രം നോക്കി സിനിമയിലുള്ള ആളുകളെയും മറ്റേ ത്രാസ് വെച്ച് അളക്കുന്ന എന്തോ സ്പെഷ്യൽ സാധനമായിട്ട് നടക്കുന്ന ഒരു അൽപേഷ് ജീവിയാണ് ഈ ചങ്ങായി. എന്താണെങ്കിൽ അയാളുടെ കരച്ചിലൊരു വഴിക്ക് വേറെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. മമ്മൂട്ടി നല്ലൊരു ഫാൻ, ഇപ്പോൾ ഒരു മമ്മൂട്ടി മോഹൻലാൽ ഫാനൊന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നില്ല. അതിനൊക്കെ കാലം വിട്ടുപോയത്.
ഓക്കെ, അതിന് കാലം വിട്ടുപോയി. നല്ല പടമാണോ ഓടും, നല്ല പടം അല്ലേ ഓടില്ല. സിമ്പിളാണ് കാര്യങ്ങൾ. മെജോറിറ്റി ക്രൗഡിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി നിങ്ങളുടെ സിനിമയിലൂടെ, ഇമോഷൻസ് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ സിനിമയിൽ നല്ല രീതിയിൽ ഡ്രാമ വർക്കൗട്ട് ചെയ്തു. നിങ്ങൾ എന്താണോ നിങ്ങൾ ആളുകളിലേക്ക് ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചത് അതൊക്കെ ഡെലിവർ ആയിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരൊക്കെ ഇൻസ്റ്റന്റ് സക്സസ് ആണ്. ഒരു ഷോ കഴിഞ്ഞോടൊരു സക്സസ് ആണ്. അത് ആളുകളിലേക്ക് കണക്റ്റ് ആവും. സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണോ നിങ്ങൾ എടുക്കുന്നത്, അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ, അതിൽ ഇമോഷൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ. ഇത് ഭയങ്കര സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നേരിലുള്ള ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് കൃത്യസമയത്ത് റൈറ്റ് ടൈമിൽ ആളുകൾക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഈ സിനിമ ഒരു കുറച്ച് മുമ്പോ ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ആളുകൾക്കൊരു ഇമ്പാക്റ്റ് വരില്ല. ഇപ്പം ഈ കുറച്ചധികം കേസുകളും കുറേ വിധികളൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് ഇപ്പം ഇത് ഭയങ്കര റെലവൻ്റ് ആയതുകൊണ്ടും, പിന്നെ ലൈക്ക് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ അല്ലെങ്കിൽ അനശ്വരയുടെ ഒക്കെ ഒരു ഭയങ്കര പെർഫോമൻസുകളൊക്കെ കാരണമാണ് ആ സാധനം പൊങ്ങുന്നത്. ഇതിലിനി ചെഗുവിന് ഉരുപൊട്ടിയിട്ടും കാര്യമില്ല, ഇതിലേക്ക് മതം കൊടുന്നിട്ടിട്ടും കാര്യമില്ല, ഇതിലേക്ക് ഇനി മമ്മൂട്ടി ഫാൻസിനെ വലിച്ചടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പടം ഹിറ്റാണ്. ഓക്കെ, ഈവൺ ഇനിയിപ്പോൾ കോക്കാണ് വലിയ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ കോക്ക് വരെ അവിടെ ഇരുന്ന്, കോക്കിന് ഇനി എന്ത് പറയണം എന്നറിയില്ല, കോക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. പറഞ്ഞു തീർന്നിട്ടില്ല കോക്കിന്. കോക്ക് ഇന്നാലും അവിടെ പറഞ്ഞു നിർത്തിയതാണ് കോക്കിന് ഇനി ഒരുപാട് പറയാണ്ടെന്നാണ് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു പടം ഹിറ്റാവുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു എൽ ബ്രാൻഡ് വന്ന് ആ എൽ ബ്രാൻഡ് ഇങ്ങനെ തകർത്താടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരെന്ത് കുരച്ചിട്ടും കാര്യമില്ല. ഒന്നും നടക്കാൻ പോണില്ല.